അണിവാളും ചിലമ്പുമായി ശ്രീകുരുമ്പക്കാവിൽ അഗതികൾക്ക് അഭയമേകും ശംഭുനന്ദിനി. അണിവാളും ചിലമ്പുമായി ശ്രീകുരുമ്പക്കാവിൽ അഗതികൾക്ക് അഭയമേകും ശംഭുനന്ദിനി. അടിയന്റെ മനസ്സിൽ നീ അമ്മയായി വാഴണേ അഖില ജഗന്മയി ഭദ്രകാളി. അടിയന്റെ മനസ്സിൽ നീ അമ്മയായി വാഴണേ അഖില ജഗന്മയി ഭദ്രകാളി. ഇത് തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ കോതേ ശിവപുരം ക്ഷേത്ര സങ്കേതം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തൈക്കാട്ടുശ്ശേരി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. നിരവധി അത്ഭുതങ്ങൾക്ക് വേദിയായ ആദിപരാശക്തി ഉഗ്രഭാവത്തിൽ കിഴക്കോട്ടും ശാന്തഭാവത്തിൽ പടിഞ്ഞാട്ടും ദർശനമായിരിക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്ര സങ്കേതം. വെളിച്ചപ്പാടുകൾ ഉറഞ്ഞു തുള്ളിയിരുന്ന കാലഘട്ടം മുതൽ രാജാക്കന്മാർക്കും കരപ്രഭുക്കന്മാർക്കും കരയോഗങ്ങൾക്കും കൂടാതെ പടിഞ്ഞാറ് കടപ്പുറം മുതൽ കിഴക്ക് മലനിരകൾ വരെ നിറഞ്ഞ ശക്തി ചൈതന്യമായി തൈക്കാട്ടുശ്ശേരിയിൽ വാഴും ഭഗവതി നിറഞ്ഞു വിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. കാലങ്ങൾ ഒരുപാട് പിറകോട്ട് സഞ്ചരിക്കണം ഇവിടെ വാഴുന്ന ഭഗവതിയെ അറിയുവാൻ. വൈക്കത്ത് വടക്കുപുറത്ത് പാട്ടിന്റെ മഹാത്മ്യത്തിലൂടെ ഒന്ന് പ്രദക്ഷിണം ചെയ്തു വരാം. വേമ്പനാട്ട് കായലിന് കിഴക്കേ കരയിൽ AD 1700-കളിൽ ഒരു രാജ്യമുണ്ടായിരുന്നു. വെമ്പുലിനാട് എന്നായിരുന്നു പേര്. ഈ നാടിന്റെ പേരിൽ നിന്നാണ് വേമ്പനാട്ട് കായൽ എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഈ നാട് രണ്ടായി പിരിഞ്ഞു. ഒന്ന് തെക്കുംകൂർ, രണ്ട് വടക്കുംകൂർ. ഇതിൽ തെക്കുംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊണ്ടു. എന്നാൽ വടക്കുംകൂർ കൊച്ചിയുടെ ഒരു സാമന്ത രാജ്യമായിരുന്നു. ഈ വടക്കുംകൂർ രാജ്യത്ത് ഒരിക്കൽ വസൂരി മഹാമാരി പിടിപെട്ടു. അക്കാലത്ത് മഹാകാളി കോപത്താൽ വരുന്ന ഒരു ശാപരോഗമായിട്ടാണ് വസൂരി രോഗത്തെ കണ്ടിരുന്നത്. ധാരാളം ജനങ്ങൾ ഇതുമൂലം മരിച്ചു. വടക്കുംകൂർ രാജാവ് അതീവ ദുഃഖിതനായി. പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം ജ്യോതിഷികളെ വിളിപ്പിച്ചു. കാളീകോപം ശമിപ്പിക്കുന്നതിന് ദേവീപ്രീതിക്കായി കളവഴിപ്പാട്ട് നടത്തുവാൻ ജ്യോത്സ്യർ വിധിച്ചു. ഇതിനായി തിരുവൈക്കം ക്ഷേത്ര സന്നിധി തിരഞ്ഞെടുത്തു. എന്നാൽ കൊടുങ്കാളി സാന്നിധ്യത്തിന് എന്തു ചെയ്യും എന്നായി. കൊടുങ്ങല്ലൂർ നിന്ന് വാളും ചിലമ്പും കൊണ്ടുവരുവാൻ പ്രശ്നവിധിയായി. എന്നാൽ അന്നത്തെ കാലത്ത് ഇത് ബുദ്ധിമുട്ടായിരുന്നു. കടൽ യുദ്ധത്തിന്റെ കാലമായതിനാൽ വഞ്ചിയിൽ കൊടുങ്ങല്ലൂർ നിന്നും ഭഗവതിയുടെ വാളും ചിലമ്പും കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായി. വളരെ വിഷമിച്ച രാജാവിന് സ്വപ്ന ദർശനം ലഭിച്ചു. അടുത്ത കരയിൽ തൈക്കാട്ടുശ്ശേരി ശ്രീകുരുമ്പക്കാവിൽ എൻ്റെ വാളും ചിലമ്പും ഇരിപ്പുണ്ട്. യഥാവിധി ആരാധിച്ച് ആനയിച്ച് ഭക്തിപൂർവം ആചരിച്ച് തിരികെ ഏൽപ്പിക്കുക എന്ന്. അങ്ങനെ വടക്കുംകൂർ രാജാവ് പരിവാരസമേതം തൈക്കാട്ടുശ്ശേരി ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തി. ശ്രീകുരുമ്പയുടെ അഭീഷ്ടം അനുസരിച്ച് നിവൃത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം വസൂരി രോഗം വടക്കുംകൂർ ദേശത്ത് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു.
വൈക്കത്ത് വടക്കുപുറത്തുപാട്ട് മുറതെറ്റാതെ ഇന്നും നടക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഈ സത്കർമ്മത്തിന് അനുജ്ഞ തേടി വൈക്കത്ത് പടിഞ്ഞാറേക്കടവിൽ നിന്നും വഞ്ചിമാർഗം വരുന്ന ഭക്തസംഘം മാക്കേക്കടവ് വന്ന് വഞ്ചി ഇറങ്ങുമ്പോൾ തൈക്കാട്ടുശ്ശേരി ശ്രീകുരുമ്പക്കാവിലെ വെളിച്ചപ്പാട് കരയിലെ ഭക്തജനങ്ങൾക്കൊപ്പം അവരെ സ്വീകരിച്ച് തൈക്കാട്ടുശ്ശേരി ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ച് അന്നപാനാദികൾ നൽകി സൽക്കരിക്കുന്നു. കാലം ഏറെ കഴിഞ്ഞെങ്കിലും കാലാകാലങ്ങളായി ഈ ചടങ്ങുകൾ ഇന്നും തുടരുന്നു. ശ്രീകുരുമ്പക്കാവിൽ വാഴുന്ന ഭഗവതിയെ മാക്കോദ എന്ന് വിളിക്കാറുണ്ടല്ലോ. നന്മകൾ ഓതുന്ന അമ്മ എന്നാണ് ആ വിളിപ്പേരിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള മാക്കോദ എഴുന്നള്ളിയ കടവ് മാക്കിക്കടവ് എന്നും കാലക്രമേണ മാക്കേക്കടവ് എന്നും വിളിച്ചു വരുന്നു. ഈ കടവിൽ കൂടിയാണ് പ്രസിദ്ധമായ തുറവൂർ പമ്പ പാത കടന്നു പോകുന്നത്. ശ്രീകുരുമ്പയുടെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ക്ഷേത്രം ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ സങ്കേതമാണ്. മോനാട്ടുമനയ്ക്കൽ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ ക്ഷേത്രതന്ത്രി. വാതുക്കോടുത്തുമന ശങ്കരം മൂത്തത് ദേവസ്വം പ്രസിഡന്റ്. തൈക്കാട്ടുശ്ശേരി 788 NSS കരയോഗം, 790 നടുഭാഗം NSS കരയോഗം, 791 തേവർവട്ടം NSS കരയോഗം എന്നിങ്ങനെ ഒത്തുചേർന്ന് ദേവസ്വം ഭരിക്കുന്നു. ചേർത്തലയിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരം വടക്കോട്ട് യാത്ര ചെയ്താൽ തൈക്കാട്ടുശ്ശേരിയിലെത്താം. വൈക്കത്തുനിന്ന് ബോട്ട് മാർഗം ഇക്കരയിറങ്ങി ഏകദേശം 7 കിലോമീറ്റർ വടക്കോട്ടും തുറവൂരിൽ നിന്ന് പമ്പാപ്പാതയിൽ 2 കിലോമീറ്റർ കിഴക്കോട്ടും വടക്ക് അരൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ തെക്കോട്ടും യാത്ര ചെയ്താൽ തൈക്കാട്ടുശ്ശേരിയിലെത്താം.